ഗ്രാമങ്ങളുടെ തുടിപ്പറഞ്ഞും യുവ വോട്ടർമാരുടെ മനസ്സുകൾ തൊട്ടുണർത്തിയും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ തിരുരങ്ങാടി മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി. രാവിലെ 8 മണിക്ക് ആരംഭിച്ച പര്യടനം പ്രവർത്തകരുടെയും വോട്ടർമാരുടെയും ആവേശത്തിമർപ്പിൽ രാത്രി ഏറെ വൈകിയാണ് സമാപിച്ചത്. വ്യാഴാഴ്ച രാവിലെ ആദ്യ പര്യടനം പെരുവണ്ണ പഞ്ചായത്തിൽ നിന്നുമായിരുന്നു. ചിറക്കിൽ നിന്നും ഗൃഹസന്ദർശനങ്ങളോടുകൂടിയായിരുന്നു പണിക്കർപ്പടി, കുറുകത്താണി എന്നിവിടങ്ങളിലെ പര്യടനം പൂർത്തിയാക്കിയത്. ശേഷം ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ എഡ്രിക്കോട് സ്പിന്നിംഗ് മില്ലിൽ സ്ഥാനാർത്ഥി എത്തി. PV അൻവറിനെ ആവേശത്തോടെയാണ് തൊഴിലാളികൾ സ്വീകരിച്ചത്. 2014 ഉൽപാദനക്ഷാമം മൂലം നിലച്ച സ്പിന്നിംഗ് മിൽ 2017 LDF സർക്കാർ ലാഭത്തിലാക്കി ഉയർത്തിക്കൊണ്ടുവന്നതിനുള്ള നന്ദി തൊഴിലാളികൾ PV അൻവറിനെ അറിയിച്ചു. തുടർന്ന് ചെറുകുടുംബ യോഗങ്ങളായിരുന്നു അൻവറിന്റെ പ്രചരണ പരിപാടികൾ. രാഷ്ട്രീയ ചിത്രം മാറുമെന്ന് ഉറപ്പാണല്ലോ. ആ മാറിയ രാഷ്ട്രീയ ചിത്രത്തിൻ്റെ മേഖലകളാണ് ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ശക്തി ദുർഗങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോലും സ്ഥാനാർത്ഥി പോകുമ്പോൾ ആളുകൾ വളരെ സ്നേഹത്തോടു കൂടി കൈതരാനും വിഷ് ചെയ്യാനും, സ്ത്രീകളൊക്കെ തന്നെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള നോട്ടമാണ് ഉമ്മമാരൊക്കെ പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലാവും. പുതുപ്പറമ്പ് കാരാട്ടങ്ങാടിയിൽ നടന്ന കുടുംബസംഗമത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ഇവിടെയുള്ള ഓരോരുത്തരെയും നേരിൽ കണ്ട് അൻവർ വോട്ട് അഭ്യർത്ഥിച്ചു. തിരുരങ്ങാടി PSMO കോളേജിൽ PV അൻവറിനെ മുദ്രാവാക്യം വിളിയോടുകൂടിയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. തെന്നല, നന്നമ്പ്ര, നെടുവ, തിരുരങ്ങാടി എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾക്ക് ശേഷം തിരുരങ്ങാടിയിൽ പ്രചരണ പരിപാടികൾക്ക് സമാപനമായി. LDF നേതാക്കളായ നിയാസ് പുളിക്കലകത്ത്, സോമസുന്ദരൻ, കബീർ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. മലബാർ ന്യൂസ്, കോട്ടയ്ക്കൽ.